ലെബനോനിലെ ഹിസ്ബുള്ളയ്ക്കെതിരെ അതിമാരകമായ ആക്രമണം അഴിച്ചുവിടുകയാണ് ഇസ്രായേലി സേന. ഇറാനെതിരെയുള്ള യുദ്ധം ഇസ്രായേൽ ആരംഭിച്ചതിന് പിന്നാലെ ഇറാൻ സൈന്യത്തെ സഹായിക്കാൻ ഹിസ്ബുള്ളയുടെ ചാവേറുകൾ ഇറാനിൽ രംഗത്തെത്തിയിരുന്നു. ഇറാന്റെ സൈനികപരമായും സാമ്പത്തികപരമായുള്ള സഹായത്തിൽ കഴിഞ്ഞ കാലങ്ങളിൽ ജീവിച്ചു വന്ന ഭീകര സംഘടനകളാണ് ഹിസ്ബുള്ളയും ഹമാസും ഹൂതികളുമൊക്കെ. ആ നന്ദി ഹിസ്ബുള്ള ഇറാന് അനുകൂലമായി കാണിച്ചു എന്നുള്ളതാണ് കഴിഞ്ഞ ദിവസങ്ങളിലെ യുദ്ധത്തിൽ കണ്ടത്. ഇതിന് പിന്നാലെയാണ് ലെബനോനിലെ ഹിസ്ബുള്ള കേന്ദ്രത്തിലേക്ക് അതിഭീകരമായ ആക്രമണം ഇസ്രായേലി സേന നടത്തിയത്. ലെബനനിലെ ഇറാൻ റവല്യൂഷണറി ഗാർഡ് കോപ്സിന്റെ പ്രധാനപ്പെട്ട നിരവധി കമാൻഡർമാരെ ഇസ്രായേൽ കഴിഞ്ഞ മണിക്കൂറിലെ ആക്രമണത്തിൽ വധിച്ചു എന്നുള്ള വാർത്തകളാണ് പുറത്തു വരുന്നത്. ലെബനനിൽ അതിഭീകരമായ ആക്രമണമാണ് ഇസ്രായേലി സേന കഴിഞ്ഞ മണിക്കൂറുകളിൽ അഴിച്ചുവിട്ടിരിക്കുന്നത്. ഇസ്രായേലിനെ ആക്രമിക്കാൻ ഇറാനൊപ്പം നിന്ന ലെബനനിലെ ഹിസ്ബുള്ള ഭീകരന്മാർക്കെതിരെ ഇസ്രായേലിന്റെ കുരിശ് യുദ്ധം ആരംഭിച്ചിരിക്കുന്നു. കഴിഞ്ഞ 2.5 വർഷക്കാലമായി നിരന്തരം ഹിസ്ബുള്ളയ്ക്കെതിരെ ആക്രമണങ്ങൾ അഴിച്ചുവിടുകയാണ് ഇസ്രായേലി സേന. നേരത്തെ 2023 ഒക്ടോബർ മാസം 7-ന് ഹമാസിനെതിരെയുള്ള യുദ്ധം ഇസ്രായേൽ ആരംഭിച്ചതിന് പിന്നാലെയാണ് ഹിസ്ബുള്ള ഇസ്രായേലിനെതിരെ റോക്കറ്റുകൾ തൊടുക്കാൻ ആരംഭിച്ചത്. വടക്കൻ ഇസ്രായേലിന് നേരെ നിരന്തരമായി റോക്കറ്റ് ആക്രമണം ഹിസ്ബുള്ള നടത്തുകയുണ്ടായി. ഇതിന് മറുപടിയായി ഒടുവിൽ മറ്റ് ഗത്യന്തരമില്ലാതെ ഹിസ്ബുള്ള എന്ന ഭീകര സംഘടനയ്ക്കെതിരെ തെക്കൻ ലെബനനിലേക്ക് ഇസ്രായേൽ യുദ്ധം ആരംഭിച്ചു. തെക്കൻ ലെബനനിലെ നിരവധി ഗ്രാമങ്ങൾ പൂർണ്ണമായും ഇസ്രായേലി സേന ഒഴിപ്പിച്ചു. ഈ ഗ്രാമങ്ങളിലെ ഓരോ വീടുകളുടെയും മട്ടുപ്പാവുകളിൽ ഇസ്രായേലിന് നേരെ തൊടുക്കാൻ തയ്യാറാക്കി വെച്ചിരുന്ന റോക്കറ്റ് ലോഞ്ചറുകളും മിസൈൽ ലോഞ്ചറുകളും ഉണ്ടായിരുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അങ്ങനെ തെക്കൻ ലെബനനിലെ ഭൂരിഭാഗം വീടുകളും ഹിസ്ബുള്ള എന്ന ഭീകര സംഘടനയുടെ കേന്ദ്രങ്ങളായിരുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അങ്ങനെ ഇത് തിരിച്ചറിഞ്ഞ ഇസ്രായേലി സേന തെക്കൻ ലെബനനിലെ ഈ മുഴുവൻ വീടുകളെയും റെയ്ഡ് ചെയ്ത് പൂർണ്ണമായ ആയുധങ്ങൾ പിടിച്ചടക്കി. അങ്ങനെ തെക്കൻ ലെബനനിൽ നിന്ന് ഹിസ്ബുള്ള എന്ന ഭീകര സംഘടനയെ അവർ സമ്പൂർണ്ണമായി ഒഴിവാക്കി. 56 ദിവസം നീണ്ടുനിന്ന യുദ്ധം ഹമാസിനെതിരെ നടത്തിയതുപോലെ 2.5 വർഷമോ 3 വർഷമോ നീണ്ടുനിന്ന യുദ്ധമല്ല ഹിസ്ബുള്ളയ്ക്കെതിരെ ഇസ്രായേൽ നടത്തിയത്. വെറും 56 ദിവസം നീണ്ടുനിന്ന യുദ്ധം. ആ 56 ദിവസം നീണ്ടുനിന്ന യുദ്ധത്തിനിടയിൽ ഹിസ്ബുള്ള എന്ന ഭീകര സംഘടനയുടെ അടിവേരു തോണ്ടാൻ ഇസ്രായേലി സേനയ്ക്ക് കഴിഞ്ഞു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഹിസ്ബുള്ളയെ സമ്പൂർണ്ണമായി ഇല്ലാതാക്കാൻ ഇസ്രായേലിന് കഴിഞ്ഞു. ഹിസ്ബുള്ളയുടെ അടിവേരറുക്കാൻ ഇസ്രായേലി സേനയ്ക്ക് കഴിഞ്ഞു. ഹിസ്ബുള്ളയുടെ തലവനായ ഹസൻ നസറുള്ളയെ ബെയ്റൂട്ടിലെ ഹിസ്ബുള്ള ആസ്ഥാനത്തിട്ട് തീർത്തു. ഹിസ്ബുള്ള ആസ്ഥാനത്ത് മറ്റ് നിരവധി നേതാക്കന്മാർക്കൊപ്പം യോഗം ചേരുകയായിരുന്നു ഹസൻ നസറുള്ള. ആ നസറുള്ളയുടെ ആസ്ഥാന മന്ദിരത്തിന് മുകളിലേക്ക് 10 കണക്കിന് ഭാരമുള്ള ബങ്കർ ബസ്റ്റർ ബോംബുകളാണ് ഇസ്രായേലി സേന വർഷിച്ചത്. അതിൻ്റെ ഫലമോ മീറ്ററുകൾ ആഴമുള്ള വലിയ പടുകൂറ്റൻ കുഴികൾ രൂപപ്പെട്ടു ആ ആസ്ഥാനത്തിന് താഴെ. അങ്ങനെ ഹിസ്ബുള്ള എന്ന ഭീകര സംഘടനയുടെ 1ാം നിര, 2ാം നിര, 3ാം നിര നേതാക്കളെ വരെ ഇസ്രായേൽ വധിച്ചു എന്നുള്ളതാണ് ഹിസ്ബുള്ളയുമായുള്ള ഇസ്രായേലിൻ്റെ യുദ്ധത്തിൻ്റെ ബാക്കി പത്രം. അതിനുശേഷം താൽക്കാലികമായ യുദ്ധവിരാമം. ഹിസ്ബുള്ള ഇസ്രായേലിനോട് കൈകൂപ്പി വെടിനിർത്തൽ ആവശ്യപ്പെട്ടു. ഇസ്രായേൽ വെടിനിർത്തലിന് അനുവാദം നൽകി. അതിനുശേഷം സംഭവിച്ചത് ഇടയ്ക്കിടയ്ക്ക് ഹിസ്ബുള്ള തലപൊക്കും. ആ സമയത്തൊക്കെ ഹിസ്ബുള്ളയുടെ കേന്ദ്രങ്ങളിലേക്ക് ലെബനനിലേക്ക് ഇസ്രായേലി സേന ആക്രമണം നടത്തും. അങ്ങനെ വെടിനിർത്തൽ കരാർ നിലനിൽക്കുമ്പോഴും 900-ലധികം തവണയാണ് ഇസ്രായേലി സേന ഹിസ്ബുള്ളയെ ലെബനനിൽ ആക്രമിച്ചത്. ഇപ്പോൾ ഇതാ ഇറാനെ പിന്തുണച്ചതിൻ്റെ പേരിൽ ഹിസ്ബുള്ളയെ സമ്പൂർണ്ണമായി ഇല്ലാതാക്കാനുള്ള വമ്പൻ ആക്രമണ പരമ്പര തന്നെ ലെബനനിലേക്ക് ഇസ്രായേലി സേന നടത്തിക്കൊണ്ടിരിക്കുന്നു എന്നതിൻ്റെ ഏറ്റവും പുതിയ വാർത്തകളാണ് പുറത്തു വരുന്നത്. ലെബനനിലെ ഇറാൻ റവല്യൂഷണറി ഗാർഡ് കോപ്സിന്റെ കമാൻഡർ തലവനെ വധിച്ചു എന്നുള്ളത് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ പുറത്തുവിടുന്ന വാർത്തയാണ്. പുറത്തു വരുന്ന വാർത്തകൾ ശരിയാണെങ്കിൽ ഏറ്റവും സുപ്രധാനമായ ചില നേട്ടങ്ങൾ ഇസ്രായേൽ സേന നേടിയിരിക്കുന്നു.
ഇറാന്റെ നിരവധി സൈനിക കേന്ദ്രങ്ങൾ തകർത്തിരിക്കുന്നു. ഇറാന്റെ പ്രധാനപ്പെട്ട പ്രോക്സി ആയിട്ടുള്ള ഹിസ്ബുള്ളയുടെ ലെബനനിലെ പ്രധാനപ്പെട്ട തലവനെ വധിച്ചിരിക്കുന്നു എന്നുള്ളതാണ് പുറത്തുവരുന്ന ഏറ്റവും സുപ്രധാനമായ വിവരം.